ഒറ്റ മെയിനിൽ ഇതാ കർമ്മയ്ക്ക് ഫുഡ് അടിക്കാണ്ട് പോവാണ്. ഒറ്റ ബിരിയാണി ഒറ്റ മെയിൻ എന്ന് പറയുമ്പോ ഇന്നലെ തുടങ്ങിയെങ്കിൽ ഇതിനെ അപ്പോ എന്താ അവസ്ഥ എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ഇന്ന് ഫുഡ് കിട്ടുമെന്നുള്ളത് കണ്ടറിയാം. ഫുഡ് കിട്ടാൻ പോയിട്ട് ഫുഡ് കിട്ടാത്ത അവസ്ഥ ആലോചിച്ച് ക്യാമറമാനും എഡിറ്ററൊക്കെ ചെക്കനാണ്. ചെക്കൻ കഴിഞ്ഞിട്ടുള്ളൂ. ചെക്കൻ എന്താ പറയണേ അത് ഞാൻ ചെയ്യും. അതിനിപ്പോ എന്തായാലും പക്ഷേ അപ്പൊ നമുക്ക് എന്താ ചെയ്യാ, അത് പോയത് വേറെ ഒന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നൗഫൽഖാൻ കൂട്ടായി അനിയനാണിത്. അനിയനാണിത്. ഇതാണ് അവസ്ഥ. ആദ്യം നമ്മൾ പോകുന്നു. കുറച്ച് സ്പീഡ് കിട്ടോ. ചോറ് തിന്നിട്ട് വരില്ല, ചോറ് തിന്നാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മൾ തിരക്ക് ഇവളാണ് തമിഴ് അങ്ങനെ ഫുഡ് അടിക്കാൻ പറ്റിയത്തില്ല. ഫുഡ് 10:30 ഇതാ കൂറക്കടിയിട്ട് തിരിഞ്ഞടിക്കേണ്ടി. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. എനിക്ക് കിട്ടിയിട്ടില്ല. വൈറ്റിങ്ങിലാണ്. ഉണ്ടോ ഫുഡ് കിട്ടും ഇവിടുന്ന ഇത്? അല്ലെ എനക്ക് കിട്ടും. പൊന്നാനിന് മുത്തപ്പാത്തി ഉണ്ടാവില്ല. ഇത് എപ്പോഴൊന്നോ മുത്തപ്പാത്തി ഷോപ്പ് നമ്മളെ. ഓക്കെ കഴിച്ചു നോക്കാം എന്താ അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ മക്കളെ അപ്പൊ ഫുള്ളായി കണ്ട 10:30 പൊട്ടിക്കണ ടൈം 10:20 ആ ടൈം ആയിട്ടുള്ളൂ. അതിൻ്റെ നല്ല ഫുള്ളായിക്കണേ. അപ്പം അതിൻ്റെ ഒരു പവർ മനസ്സിലായി ഇവിടെ. കിട്ടില്ലാന്ന് വിചാരിച്ചായിരുന്നു ചെക്കൻ. പിന്നെ എൻ്റെ വീഡിയോ എഡിറ്റിങ്ങിലാണ്. അപ്പം അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എഡിറ്റർ ക്യാമറമാൻ്റെ ചെക്കനാണ് ജയ്സൽ. ഫുഡ് എത്തിക്കണം കേട്ടോ. ഫുഡ് എത്തിങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫുഡ് കൊണ്ട് എത്താനും ചെക്കന്മാരെ തട്ടിക്കാനും പാവണം. വിശന്നിട്ടേ ഇപ്പം എല്ലാം വിരിക്കുന്നുണ്ട് കേട്ടോ. സാധനം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ചൂട്ടായിക്കണ്. സാധനം വരുന്നുണ്ട്. സാധനം എത്തിക്കണം മക്കളെ. അതായത് അടുത്ത അനക്കാണ്. അടുത്തത് ഇത് അച്ചാറും ഉള്ളൊന്നും വേണ്ട. ഫുഡ് കിട്ടിയാന്നില്ല. ഇത് കിട്ടിയ സാധനം കിട്ടിക്കണേ. അപ്പോ ചടങ്ങ് തുടങ്ങല്ലേ? പിന്നെന്താ, വിത്ത് പ്ലഷർ. ഇതിലെ ഫുഡ് എന്താ കളി? രാത്രികളുണ്ടല്ലേ? സായിത് ചോറ് തിന്നിട്ടില്ല, ചോറ് കൊടുത്തിട്ടില്ല. സായിത്
അപ്പം ഞങ്ങളിതാ തിരിച്ചു വന്നിരിക്കുന്നതാണ് ഗൈസ്. പിന്നെ ഫുഡ് തിന്നതൊക്കെ ദഹിച്ചു. അവിടെ കർമ്മയിൽ ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു, അപ്പം അതിനൊക്കെ ഡാൻസൊക്കെ കളിച്ച് കഴിഞ്ഞല്ലേ ടീച്ചറേ? എന്താ അവസ്ഥ?